ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സിലി ലോഗ്. എൻ്റെ പേര് നിഷി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മീൻ പീരത്തോരനാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ സാൽമണിൻ്റെയാണ്. ടിന്നി കിട്ടുന്ന സാൽമണാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉപയോഗിക്കാം. ചെറിയ മീനാവും നല്ലത് ഇത് മീൻ പീര ഉണ്ടാക്കാൻ, അതായത് നെത്തോലി അതുപോലെയൊക്കെയുള്ള. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, എന്നാൽ അതുപോലെ ടേസ്റ്റും ഉള്ളതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പോയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മീൻ പീര ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു ചെറിയ സവാള ഞാൻ എടുക്കുന്നുണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി അവൈലബിൾ ആണെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു 3 പച്ചമുളക് എരിവനുസരിച്ച് നമ്മൾ കീറിയെടുക്കാം. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുക്കണം. ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാൽമൺ ആണെങ്കിൽ ടിന്നിലായതുകൊണ്ട് ഒരു വലിയ പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ ഇപ്പോൾ കോസ്കോയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ടൂണയൊക്കെ ഇതുപോലെ അവൈലബിൾ ആണ്, വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പം നമ്മൾ പിന്നെ അതിനെ ഗാർലിക്കും ജിഞ്ചറും കൂടി ചതച്ച് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക്, ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന ഉള്ളി, പിന്നെ 1 കപ്പ് തേങ്ങ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ് മതിയെങ്കിൽ അത് മതി. ഇപ്പോൾ തേങ്ങ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആകെ ഒരു മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ പുളിയുണ്ട്, പുളി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വാളം പുളി, നമ്മൾ മീൻകറിയിലൊക്കെ ആഡ് ചെയ്യുന്ന, ചുമന്ന മീൻകറിയിൽ ആഡ് ചെയ്യുന്ന വാളം പുളി ഒരു 3 പീസാവാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഈ സാൽമണിന് ഒത്തിരി വേവ് വേണ്ട, കുറച്ച് വേവ് മതി. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീന് വേവ് നോക്കിക്കോണം. ഇപ്പം നമ്മൾ വേവിക്കാൻ 10 മിനിറ്റ് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം വെള്ളമൊക്കെ വറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇപ്പോൾ നമ്മുടെ നാടകീയ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി 5 മിനിറ്റും കൂടി അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ പീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു പുതിയ റെസിപ്പിയിലൂടെ ഇനി കാണാം. അപ്പം ബൈ.